വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് മസാല ദോശ ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് മസാല ദോശയുടെ കൂടെ നല്ല കോക്കനട്ട് ചട്നിയും അതുപോലെ ടൊമാറ്റോ ചട്നിയാണ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടിൻ്റെയും റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്കിതൊന്ന് കഴിച്ചാലോ. കണ്ടോ, നല്ലതുപോലെ മുരിങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തിട്ട് വെക്കാം, അതായത് പൊടിച്ചു വെക്കാം. നമ്മൾ പൊട്ടറ്റോ ഇവിടെ നല്ലതുപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കണം. നമ്മൾ സവോളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. 1-2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് നമുക്ക് എടുക്കാം. അതുപോലെ കുറച്ച് കടുകും വേണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുപോലെ ഈ മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ചൂടായ കല്ലിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പരത്താം. മസാല ദോശയ്ക്കായതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് വേണം വരാനായിട്ട്. ഇനി ഇതിലേക്ക് എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരണം. ഇവിടെ അരികൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. മസാല നിങ്ങൾ എത്ര കഴിക്കും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മസാല ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.